ദയനീയമാണ് ആ ന്യായീകരണം എന്നുള്ളതാണ് ഒരു പ്രശ്നം. കെ എം ഷാജിയുടെ ആയാലും വി ഡി സതീശനായാലും ദയനീയമായ ന്യായീകരണമാണ്. കാരണം വെച്ചാൽ ഞാൻ ഫാക്ട്സ് വെച്ച് സംസാരിക്കുന്ന ആളാണ് എന്ന് പലവട്ടം മുഖ്യമന്ത്രി ആയതിനു ശേഷം മുമ്പും പറഞ്ഞിട്ടുള്ള ആളാണ് വി ഡി സതീശൻ. എന്താണ് ഫാക്ട്സ്? അദ്ദേഹം വളരെ സ്റ്റഡി ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുള്ളൂ, ഫാക്ച്വൽ അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല എന്നാണ്. ഇപ്പോൾ പി എം ശ്രീയിൽ നിന്ന് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല എന്നുള്ളത് കള്ളമാണ്. ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ല എന്നെങ്ങനെയാണ് പറയാം? ഇതൊരു കരാറോ ഒന്നുമല്ല, ഇതൊരു MOU ആണ്, ധാരണാപത്രമാണ്. ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു ധാരണയിലെത്തുന്നു, അത് ധാരണാപത്രം മാത്രമാണ്. അപ്പോൾ ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ് കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാരാണ്. അവർ 60% ഫണ്ട് തരും, 40% നമ്മൾ ഫണ്ട് എടുത്ത് നമ്മൾ നടപ്പാക്കണം. അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഏജൻസി പറയാണ് ഞങ്ങൾക്ക് ഇത് താല്പര്യമില്ലാതെ തീർന്നു. അവരുടെ കൂടി കൺസേൺ കൂടി MOU റദ്ദാവും, മ്യൂച്വലായിട്ട് അത് തീർക്കാവുന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇത് പറ്റില്ല. അപ്പോൾ ഒരു അല്ല, ഇത് നിങ്ങൾ നടപ്പാക്കിയേ പറ്റൂ, ഞങ്ങൾ 60% പൈസ നിങ്ങൾ വാങ്ങിയേ പറ്റൂ എന്ന് കേന്ദ്രത്തിന് പറയാൻ പറ്റും? ഇല്ല. അപ്പോൾ ഇതിന് മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ടല്ല ഈ സർക്കാർ കേന്ദ്രവുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറല്ല. കഴിഞ്ഞ സർക്കാർ പല വിഷയങ്ങളിൽ ഗവർണർക്കെതിരെ കേന്ദ്രത്തിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ട്. ഈ സർക്കാർ അതിന് തയ്യാറല്ല എന്ന നയപ്രഖ്യാപനമാണ് നടക്കുന്നത്. അങ്ങനെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലെങ്കിലും വേണം, അതിൽ മൗനം പാലിക്കുന്നു. അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുതരം ദുരൂഹമായ മൗനം വി ഡി സതീശൻ സർക്കാർ പുലർത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഗ്ലെയറിംഗ് ആയിട്ടുള്ള എക്സാമ്പിളാണ് പി എം ശ്രീ. അധികാരമേറ്റ ഒരു മാസത്തിനുള്ളിൽ ഇത്രയും നിശിതമായ വിമർശനങ്ങൾ ഉയരും വിധമുള്ള നിലപാടില്ലായ്മ ഈ സർക്കാർ ഉണ്ടാക്കും എന്ന് ഈ സർക്കാരിന് വോട്ട് ചെയ്ത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല.